ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് സിനിമ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഒരു വാർത്തയിൽ തന്നെ ചെയ്യാതെ ഒരു 5-6 മൂവിയുടെ അപ്ഡേറ്റ്സ് ഒരുമിച്ച് കൊടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും, വലുതായിട്ട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പൊന്മാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റാണ്. പൊന്മാൻ്റെ കളക്ഷൻ എത്രയാണ്? 6 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്നും വെറും 5 കോടി രൂപയ്ക്ക് താഴെ മാത്രമാണ് പൊന്മാൻ എന്ന് പറയുന്ന സിനിമ കളക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ബേസിൽ ജോസഫിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് ബേസിൽ ജോസഫിൻ്റെ ഒരു തല കണ്ടു കഴിഞ്ഞാൽ തന്നെ സിനിമ ഒരു ആവറേജ് ആണെങ്കിൽ പോലും ഹിറ്റാവുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ടും പൊന്മാൻ വെറും 5 കോടി രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് പൊന്മാൻ അത്രത്തോളം കേരളത്തിലുള്ള ജനങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയാനുള്ളത്. അടുത്ത രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അജിത്തിൻ്റെ വിടാമുയർച്ചി ഇന്ന് റിലീസുണ്ട്. വിടാമുയർച്ചിയിൽ വെറും 2 മണിക്കൂർ 34 മിനിറ്റാണ് അതിൻ്റെ ദൈർഘ്യം. വെറും 2 മണിക്കൂർ 34 മിനിറ്റല്ല, ഒരു സിനിമയുടെ ആവറേജ് ദൈർഘ്യത്തിൽ മുകളിൽ അതുണ്ട്. 2 മണിക്കൂർ 34 മിനിറ്റാണ് അജിത്തിൻ്റെ വിടാമുയർച്ചിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. അത് കണ്ടിട്ട് സിനിമയുടെ അവസ്ഥ എന്താണെന്ന് സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ബോധ്യമാവുന്നതാണ്. ഒരു കഥയ്ക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ വെറും ചെയ്സും മറ്റേത് നമുക്ക് ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്താവും നമുക്ക് നോക്കാം. ഈ അടുത്ത് വന്ന അജിത്ത് പടങ്ങളെ പോലെ തന്നെയാണോ അതെന്ന് നമുക്കറിയാൻ പറ്റില്ല. ചിലപ്പം നല്ല സിനിമ ആവാനുള്ള സാധ്യതയുണ്ട്. ആ സിനിമയുടെ ഡയറക്ടർ മകേഷ് തിരുമേനിയാണ് എന്നുള്ള ഒരു പോസിറ്റീവ് അതിനകത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അടുത്ത് പറയാനുള്ളത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ 35 മിനിറ്റ് ഒരു ഹിന്ദി സിനിമ കാണുന്നത് പോലെ ആയിരിക്കുമെന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹിന്ദി സിനിമ കാണുന്നത് പോലെ ഒരു മലയാളി പോയി എങ്ങനെ ഒരു ആദ്യത്തെ 35 മിനിറ്റ് ഫസ്റ്റ് തിയേറ്ററിൽ ആദ്യത്തെ ഒരു 35 മിനിറ്റ് മലയാളികളെ പിടിച്ചിരുത്താൻ പറ്റുന്നത് തന്നെ ഏറ്റവും പ്രയാസകരമായ കാര്യമാണ്. അതിനകത്ത് ഒരു ഹിന്ദി സിനിമ പോലെ 35 മിനിറ്റ് പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു പാൻ ഇന്ത്യന് വേണ്ടി ശ്രമിച്ചതാണെങ്കിൽ പോലും അത് എത്രത്തോളം മലയാളികൾ സ്വീകരിക്കുമെന്ന് അറിയത്തില്ല. അതൊരു വലിയ കാര്യമാണ്. പിന്നെ പടത്തിൻ്റെ എത്രയോ ശതമാനവും ഹിന്ദിയാണെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ പോകുന്ന അറിയില്ല. ഇനി സബ്ടൈറ്റിലൊക്കെ ഇട്ട് അതൊക്കെ വായിച്ച് എത്ര പേര് കാണുമെന്നുള്ള കാര്യവും അറിയില്ല. പിന്നെ അടുത്ത് പറയാനുള്ള ബസൂക്കയുടെ റിലീസ് മിക്കവാറും 21-ാം തീയതി ആവാനുള്ള സാധ്യതയുണ്ട്. 14-ാം തീയതി വരാൻ ചാൻസ് വളരെ കുറവാണ്. വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡബ്ബിംഗ് ഒന്നും പൂർത്തിയായിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി പറയാനുള്ളത് ആ ദിവസം തന്നെ റിലീസാവാൻ വേണ്ടിയിരിക്കുന്ന നമ്മുടെ ദാവീദ് എന്ന് പറയുന്ന സിനിമ ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുമെന്നാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. അപ്പം അത് ഉറപ്പായിട്ടും ആ സിനിമയുടെ കൂടെ ഇറക്കാൻ കുറച്ച് പാടായിരിക്കും മിക്ക സിനിമകൾക്കും. അതുകൊണ്ട് ആ സിനിമ എന്തായാലും ഒരു ഷുവർ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ തുടരുമെന്ന് പറയുന്ന സിനിമ ഇനിയും നീണ്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അതിൻ്റെ വർക്കൊന്നും പെൻഡിങ് ആയിട്ടല്ല, അതിന് റിലീസ് ചെയ്യാനൊരു സ്ലോട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. സ്ലോട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ ഓരോ ഗ്യാപ്പുണ്ട്. സിനിമ ഇറങ്ങണമെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും അതിന് ഫ്രീ റണ്ണ് കിട്ടേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അത് ഈ സമയത്ത് ഇല്ല. കാരണം ഇനി അടുത്ത് ബസൂക്ക് ഇറങ്ങാനിരിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് മോഹൻലാലിൻ്റെ തന്നെ എമ്പുരാൻ ഇറങ്ങാനിരിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് മറ്റേ മോഹൻലാലിൻ്റെ തന്നെ ഇഷ്ടംപോലെ സിനിമ ഒരു 1.5 മാസം ഗ്യാപ്പ് ഇട്ട് അവർ തന്നെ ഒരു കലണ്ടർ പോലെ ഒരു ആശീർവാദ് സിനിമാസ് വെളിയിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു സിനിമയ്ക്ക് ഇറങ്ങാനുള്ള സ്ലോട്ടില്ല അതിനകത്ത്. അപ്പോൾ ഇനി അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു സ്ലോട്ട് കണ്ടുപിടിച്ച് മാത്രമേ അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ബിസിനസ് പോലും നേരെ അവിടെ നടന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. മോഹൻലാൽ ഫാൻസ് ഒന്നും ഇളവി വരണ്ട. നമുക്ക് ആ സിനിമ റിലീസ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. ആ സിനിമ റിലീസ് ആവണം. കാരണം മോഹൻലാലിൻ്റെ ഒരു തിരിച്ചുവരവ് ഞാൻ എമ്പുരാനിലൂടെ അല്ല പ്രതീക്ഷിക്കുന്നത്, തുടരുന്ന സിനിമയിലൂടെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് വരണത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത്. അങ്ങനെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ദുൽഖർ എന്ന് പറഞ്ഞ നമ്മുടെ ദുൽഖർ ഒരു ട്രീ സീരീസ് എന്ന് വെച്ചാൽ 3 ഭാഗം വരുന്ന ഒരു സിനിമ നിർമ്മിക്കുകയാണ്. ഒരു ദുൽഖറിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് ആദ്യത്തെ ഭാഗമാണ് ഇപ്പോൾ നസ്ലിനെ വെച്ച് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. ദുൽഖറിൻ്റെ വേഫർ ഫിലിംസാണ് പ്രൊഡക്ഷൻ. ആ സിനിമയുടെ തന്നെ 2ാമത്തെ ഭാഗത്തിന് ടൊവിനോ ലീഡ് റോളിലെത്തുമെന്നും 3ാമത്തെ ഭാഗം വരുമ്പോഴത്തേക്ക് ദുൽഖർ ലീഡ് റോളിലെത്തുമെന്നുമാണ് അറിയാൻ സാധിച്ചത്. എങ്ങനെയാണ് പോകുന്നതെന്ന് അറിഞ്ഞൂടാ. അതൊക്കെ മലയാള സിനിമയിൽ എത്രത്തോളം പ്രാവർത്തികമാവുമെന്ന് പറഞ്ഞുകൂടെ. ഇതൊരു സയൻസ് ഫിക്ഷൻ, കുറേ രീതിയിലുള്ള ഒരു ഫിക്ഷൻ അങ്ങനത്തേക്കുള്ള രീതിയിൽ വരുന്ന ഒരു സിനിമയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അത് ഇങ്ങനെയൊക്കെ പോകുമെന്ന് അറിഞ്ഞൂടാ. മലയാളമാണ്. മലയാളത്തിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി എങ്ങനെയിരിക്കും, മലയാളത്തിൽ എത്രത്തോളം പൈസ മുടക്കി അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങി മിത്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാൻ പറ്റും. പിന്നെ
അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത്രയും ഞാൻ വീഡിയോയിൽ ഇത്രയും പറഞ്ഞ കണ്ടന്റുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. നന്ദി, നമസ്കാരം.